റഷ്യ US ഉന്നതതല സംഘം റിയാദിൽ ചർച്ചകൾക്കൊരുങ്ങവേ പാരീസിൽ അടിയന്തര ഉച്ചകോടി ചേരുകയാണ് യുക്രൈന്റെ യൂറോപ്യൻ സഖ്യകക്ഷികൾ. സൗദിയിലെ ചർച്ചകളിൽ യൂറോപ്പിന് ഇടമുണ്ടാകില്ലെന്ന് US വ്യക്തമാക്കിയതോടെയാണ് സമാന്തര യോഗം. യോഗത്തിന് മുന്നോടിയായി യുക്രൈന് സൈനിക പിന്തുണയടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടൻ രംഗത്തെത്തി. US NATO സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ്, പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘത്തെയാണ് റിയാദിലെ ചർച്ചകൾക്കായി ട്രംപ് അയച്ചിരിക്കുന്നത്. റഷ്യൻ പ്രതിനിധി സംഘത്തിൽ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിനൊപ്പം വിദേശനയ ഉപദേഷ്ടാവും പുടിന്റെ വലം കൈയുമായ യൂറി ഉഷാക്കോവുമാണുള്ളത്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകളുടെ ആരംഭമായാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. യുക്രൈന് ക്ഷണമില്ലാത്ത ചർച്ചകളിൽ ഭാവിയിൽ സെലൻസ്കിയെ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. അതേസമയം യൂറോപ്പിനെ ചർച്ചകളുടെ ഭാഗമാക്കില്ലെന്ന് ട്രംപിന്റെ യുക്രൈൻ പ്രതിനിധി കീത്ത് കെല്ലോഗ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടെയാണ് യുക്രൈന്റെ യൂറോപ്യൻ സഖ്യകക്ഷികൾ പാരീസിൽ സമാന്തര ഉച്ചകോടി ചേരുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെയും യൂറോപ്യൻ യൂണിയൻ നേതൃത്വവും ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ, പോളണ്ട്, സ്പെയിൻ, നെതർലൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുമാണ് പങ്കെടുക്കുന്നത്. യുദ്ധാനന്തരം യുക്രൈനിൽ സമാധാന സേനയെ വിന്യസിക്കുന്നതടക്കം വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ചയാക്കാനിരിക്കുന്നത്. ഒരു സമ്പൂർണ്ണ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയല്ല ഇതെങ്കിലും ഭാവി ബ്രസൽസ് നേറ്റോ ചർച്ചകൾക്ക് യോഗത്തിലെ തീരുമാനങ്ങൾ സഹായകരമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനിടെ യുക്രൈനിൽ സമാധാന സേനയെ വിന്യസിക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രഖ്യാപിച്ചു. ഫ്രാൻസ് മാത്രമാണ് ഇതിനു മുൻപ് സൈന്യത്തെ അയക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നത്. UK പ്രഖ്യാപനത്തിനു പിന്നാലെ സൈനിക വിന്യാസം പരിഗണനയിലുണ്ടെന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രിയും പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.